ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇമേജുകൾ എപ്രകാരം ഉബുണ്ടു മുഖാന്തരം അല്ലെങ്കിൽ ലിനക്സ് മുഖാന്തരം എങ്ങനെ നമുക്ക് റീസൈസ് ചെയ്ത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള നീളവും വീതിയുമാക്കി എടുക്കാം എന്നാണ് നമ്മളിത് നോക്കുന്നത്. ഇത് നമ്മൾ കാര്യമായി ആശ്രയിക്കുന്ന സോഫ്റ്റ്വെയർ ജിംബ് തന്നെയാണ്. ജിംബ് തുറക്കാനായി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, അതിൽ ജിംബ് എന്ന് കാണില്ല, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, അതിൻ്റെ ചുരുക്കപ്പേരാണ് ജിംബ്. അതെടുത്തു, ജിംബ് തുറന്നു വരുന്നു. തുറന്നു വരാൻ ചെറിയൊരു സമയം എടുക്കും, ഒരു 5 സെക്കൻഡ് ഡിലേ ഉണ്ടായിരിക്കും. ഇനി അതിൽ എനിക്ക് റീസൈസ് ചെയ്യേണ്ട ചിത്രം ഞാൻ ഇതിലേക്ക് കൊണ്ടുവരും. അതിനായി ഫയൽ മെനുവിൽ ഓപ്പൺ, ഞാൻ എൻ്റെ ഡെസ്ക് ടോപ്പിലുള്ള ഇമേജസ് എന്ന ഫോൾഡറിൽ നിന്ന് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും. ഇത് ചെയ്യാൻ നമുക്ക് 2-3 രീതികളുണ്ട്. എന്നിരുന്നാലും നമുക്കതിൽ ഓരോ രീതിയായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതിൻ്റെ റീസൈസ് ഒരു കൃത്യമായ സൈസിലേക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ, ആദ്യത്തെ ഓപ്ഷനാണ് ഫയൽ മെനുവിൽ സേവ് ഫോർ വെബ് എന്ന ഓപ്ഷൻ. ഫയൽ മെനുവിൽ സേവ് ഫോർ വെബ് അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ JPG ഉണ്ട്, PNG ഉണ്ട്, GIF ഉണ്ട്. ഇത് ഏത് വേണമെന്ന് എടുക്കാം. ഞാനിപ്പോൾ JPG തന്നെ എടുക്കുന്നു. ഓക്കെ, ഇതിലിവിടെ മൗസ് പോയിന്റ് ശ്രദ്ധിച്ചേക്കാണ് 2 ടാബുകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ടാബിൽ ക്വാളിറ്റി 85 സ്മൂത്തിങ് ഒക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ടാബിൽ പ്ലസ് കാണുന്നത് രണ്ടാമത്തെ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതോടെ റീസൈസ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. നിലവിലെ അതിൻ്റെ സൈസ് കൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ട സൈസിലേക്ക് കൊടുക്കണം. പക്ഷേ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. അവിടെ കാണാൻ ചങ്ങലയുടെ ചിത്രമുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ചങ്ങല ഒന്ന് പൊട്ടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിടുത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഹൈറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് എടുത്തും 100 എടുത്തും താഴെ ക്ലിക്ക് ചെയ്ത് 100 ഹൈറ്റുമാണെങ്കിൽ അതിനുശേഷം പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്താലേ അത്, അല്ലെങ്കിൽ കീബോർഡിലെ ടാബ് കീ അമർത്തണം. അപ്പോൾ ഏതാ അതിലേക്ക് മാറുള്ളൂ. കീബോർഡിലെ ടാബ് കീ ഹൈറ്റിൽ ക്ലിക്ക് ചെയ്ത് മാറ്റിയ ശേഷം കീബോർഡിലെ ടാബ് കീ അമർത്താം. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 100 വിടുത്തും 100 ഹൈറ്റുമുള്ള ചിത്രമായിരിക്കും. ഇവിടെ കണ്ടതിൻ്റെ സൈസ് നോക്കൂ, 2.8 കീ. ഇപ്രകാരം സൈസ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് സേവ് ഫോർ വെബ് എന്നുള്ളത്. ഇനി സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ഡെസ്ക് ടോപ്പിലെ ഇമേജസ് തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ പേര് റീസൈസ് ഒന്നിൻ്റെ റീസൈസ്ഡ് ഇമേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി സേവ് ചെയ്തു. നമുക്കവിടെ പോയി നോക്കാം. ഇമേജസിൽ എവിടെയാ റീസൈസ്ഡ് 1, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും ലാസ്റ്റ് ഇമേജ് എന്ന് കാണാം. അതെടുത്താൽ കണ്ടോളൂ. അതിൻ്റെ തന്നെ 100 വിഡ്ത്ത് 100 ഹൈറ്റ്. ബേസിക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എത്ര ഉള്ളൂ, 2.9 KB മാത്രമേ. അങ്ങനെ സൈസ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു റീസൈസിങ് ആണ് ഈ ഓപ്ഷൻ മുഖാന്തരം നമുക്ക് നടക്കുന്നത്. നമുക്ക് ഒന്നിലധികം ഇമേജുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവയെല്ലാം നമുക്ക് ഒരുമിച്ച് റീസൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ജിംബിൽ ലഭ്യമാണ്. അത് നമുക്ക് ആ ഓപ്ഷൻ ലഭിക്കുന്നുള്ളത് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന മെനുവിലാണ്. ജിംബിലെ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന മെനുവിൽ, ആ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ കുറച്ച് താഴത്തേക്ക് പോകുന്നാൽ കാണാം ബാച്ച് എന്നൊരു ഓപ്ഷൻ. അതിലെ ബാച്ച് പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇമേജ് ഒരു ചെറിയ വിൻഡോ വരും. അതിൽ ആഡ് ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എവിടെയാണ് നമ്മൾ ഇമേജ് ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ഡെസ്ക് ടോപ്പിൽ നമ്മുടെ ഇമേജസ് എന്ന ഫോൾഡറിലുള്ള 1 മുതൽ 6 വരെ ഉള്ള ഇമേജ് കാണിച്ചു കൊടുക്കും. അതിനുശേഷം ആഡ് ആയിട്ടുണ്ടാവും. അവിടെ ഇത് ക്ലോസ് ചെയ്താൽ മതി. കണ്ടോ, ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വേണ്ടത് നമുക്ക് റീസൈസ് എന്ന് പറഞ്ഞ മുകളിൽ കുറേ ടാബുകളുണ്ട്. അതിൽ റീസൈസ് എന്ന് പറഞ്ഞ ടാബിൽ ചെയ്യുക. അപ്പോൾ അവിടെ എനേബിൾ എന്ന് പറഞ്ഞൊരു ബട്ടൻ്റെ പുറകിൽ ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. റിലേറ്റീവ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നുണ്ടാവും. അത് മാറ്റിയിട്ട് ആബ്സല്യൂട്ട് ആക്കി മാറ്റുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്തും ഹൈറ്റും. വിഡ്ത്ത് എത്ര വേണം, 100 കൊടുത്തു. ഹൈറ്റും 100 കൊടുത്തു. ഉണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇമേജുകളുടെയും ഹൈറ്റും വിഡ്ത്തും 100 മാറിയിട്ടുണ്ടാവും. ഇനി പോകേണ്ടത് ഇപ്പോൾ ഇവിടെ പോയി ഇൻപുട്ട് എന്ന ടാബിൽ പോയിട്ട് ആഡ് ഫയൽസ് വഴി ഇമേജിന് ആഡ് ചെയ്തു. റീസൈസ് ഓപ്ഷനിൽ ചെന്നു. എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു. റിലേറ്റീവ് എന്നുള്ളത് ആബ്സല്യൂട്ട് ആക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ആബ്സല്യൂട്ടിന് താഴെയുള്ള വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് മുറിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കിട്ടും. നമുക്കിപ്പോൾ അത് പോകുന്നില്ല. അതിനുശേഷം റീനെയിം എന്നുള്ള ഇവിടെ ചെയ്യാം. നിലവിൽ എന്തുണ്ടാവും, നമ്മൾ ഏത് ഡയറക്ടറിയിൽ, അത് ഏത് ഫോൾഡറിലാണോ
നമ്മൾ ഇമേജ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഈ ഇമേജ് നമുക്ക് റീസൈസായി വരുന്നുണ്ടാവുക. അല്ല നമുക്ക് വേറൊരു ഡയറക്ടറി വേണ്ടെന്നെങ്കിൽ വേറൊരു ഫോൾഡർ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, സെലക്ട് ഡയറക്ടറി കൊടുത്തു, ഡെസ്ക്ടോപ്പ്, നല്ലൊരു കോംകോഡ് ഒരു ക്രിയേറ്റ് ഫോൾഡർ കൊടുത്തു, ന്യൂ എന്നുള്ള പേരിൽ. ഓക്കെ, ഓപ്പൺ. ഓക്കെ, അപ്പോൾ കണ്ടോ ടു ഡയറക്ടറി എന്നുള്ളവിടെ പോയി ഹോമിൽ ഡെസ്ക്ടോപ്പിൽ ന്യൂ എന്ന് പറഞ്ഞ ഡയറക്ടറി ആയിട്ട് മാറും. ഇവിടെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് ഫോൾഡറിലാണോ നമ്മൾ ഇമേജ് പോയി സൂക്ഷിച്ചിട്ടുള്ളത് അതിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഈ ലാസ്റ്റ് ഔട്ട്പുട്ട് ഏത് ഫോർമാറ്റിലായിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. BMP ഉണ്ട്, GIF ഉണ്ട്, JPG ഉണ്ട്, PNG ഉണ്ട്, XCF ഉണ്ട്, അങ്ങനെ ഏതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതാവാം, PNG ആവാം, JPG ആവാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഏത് ഫോർമാറ്റാണ് വേണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ JPG തന്നെ കൊടുക്കുന്നു. ക്വാളിറ്റി ഇവിടെ 0.75 ആണ്, അത് 1 ആക്കി കൊടുക്കാം. ഓക്കെ, സൈസ് കൂടുതലാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു 0.6 ഒക്കെ ആയിട്ട് കുറയ്ക്കും ചെയ്യാം. പക്ഷേ പിക്ചറിൻ്റെ ക്ലാരിറ്റി ചെറുതായി കുറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതിനുശേഷം താഴെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അതോടുകൂടി പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ചുറ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ജിംബ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഫോൾഡിൽ ചെന്നാൽ ഇതാണ് ഇത്രയും ഇമേജുകൾ ഇവിടെ റീസൈസ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എടുത്ത് നോക്കാം. ഇമേജ് 100 ബേസിക് സൈസ് എത്ര ഉണ്ട്, 9.1 KB ഉണ്ട്. നേരത്തെ നമ്മൾ ജിമ്പിൽ ചെയ്തതിനേക്കാൾ സൈസുള്ള ഇമേജാണ് ഇത് വന്നുള്ളത്. അതേ ഇമേജിനെ തുറന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് കണ്ടോ 7.3 KB. നേരത്തെ നമുക്ക് 2.9 KB വന്നിരുന്നത് സേവ് ഫോർ വെബ് ഓപ്ഷൻ വഴി. പക്ഷേ ഇവിടെ 7.3 KB വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് ജിംബ് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് റീസൈസ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി നമുക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു ഓപ്ഷൻ നോക്കാം. റീസൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, മൗസിൽ റീസൈസ് ചെയ്യേണ്ട ഇമേജിൻ്റെ മൗസ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്നും കാണാം റീസൈസ് ഇമേജസ്. അതെടുക്കുന്നു. 3 ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്ത സൈസ്, സ്കെയില്, കസ്റ്റം സൈസ്. അതിൽ മൂന്നാമത്തെ കസ്റ്റം സൈസിൽ ക്ലിക്ക് ചെയ്ത് വിഡ്ത്ത് എന്നുള്ളത് 100 ആക്കി കൊടുക്കാം, ഹൈറ്റ് എന്നുള്ളതും 100 ആക്കി കൊടുക്കാം. അതിനുശേഷം റീസൈസ് ഉണ്ടാവും. 1 റീസൈസർ .jpg ഉണ്ട്, അതിൻ്റെ അതേ പേരിൽ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. തൊട്ടടുത്ത് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ 1.8 KB ആണുള്ളത് ഇമേജ് സൈസ്. കണ്ടോ, നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. 100 കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് 100 എടുത്ത് 100 ആക്കി, ഹൈറ്റ് 75 ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ റീസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു സിസ്റ്റം അതിനൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കഴിയുന്നതും ജിംബ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക.